ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പം കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് ഒരു ഗ്രൂപ്പ് ടൂറാണ് കേട്ടോ. സോ ഇതായിരുന്നു നമ്മുടെ മീറ്റിംഗ് പോയിൻറ്റ്. നമ്മളൊരു ടാക്സി ബുക്ക് ചെയ്ത് അതിലാണ് ഇവിടെ വന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഗ്രൂപ്പ് ട്രിപ്പായിട്ട് ബസ്സിൽ പോകും. അങ്ങനെയാണ് പ്ലാൻ. സോ ഇതാ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞു. ഗ്ലൗസ് ഊരട്ടെ? എന്താ എന്താ ഊരാൻ്റെ സോ നമ്മുടെ ബസ്സിൻ്റെ ഗൈഡ് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഓരോ ലൊക്കേഷൻ എത്തുമ്പോൾ. സോ ഇന്നത്തെ ദിവസം നമ്മൾ ഗ്രൂപ്പ് ട്രിപ്പാണ് കേട്ടോ ചെയ്തത്. കാരണം നമുക്ക് ഇന്ന് പോകേണ്ട ലൊക്കേഷൻസൊക്കെ അത്യാവശ്യം ദൂരമായിരുന്നു. അപ്പം ഇതൊരു സേഫ്റ്റി കൂടുതൽ എന്ന് തോന്നി നമുക്ക്. പക്ഷേ അത് കറക്റ്റായിരുന്നു. പിന്നെ എന്താ നമ്മുടെ അടുത്ത് ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുക്കാൻ പറഞ്ഞു, നമ്മുടെ ഫോൺ നമ്പർ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ലൊക്കേഷനൊക്കെ. സോ നമുക്ക് ദൂരെയൊക്കെ സ്നോ മൗണ്ടനൊക്കെ കാണാമായിരുന്നു കേട്ടോ. പിന്നെ അവരൊരു ലൊക്കേഷനിൽ നമ്മളെ ഡ്രോപ്പ് ഓഫ് ചെയ്തു. അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് എടുത്തു. കാരണം നമുക്ക് അറിയില്ലല്ലോ എത്ര ദൂരമാണ് ഇനി പോവേണ്ടത്, എന്തൊക്കെയാണ് എന്നൊന്നും ഒരു ഐഡിയ ഇല്ലല്ലോ. സോ ആവശ്യത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങി. സോ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ മേടിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്. പിന്നെ കുറച്ച് സ്നാക്സ് പോലെയും മേടിച്ചു. ഏത് കഴിഞ്ഞോ? ഏത്? എഗ് കഴിഞ്ഞു. ഇതൊരു കഴിച്ചല്ലോ. ഇതൊരു ഗുഡാണ്, ഫിനിഷായി. സോ നമ്മൾ ഒത്തിരി നേരത്തെ ട്രാവലിന് ശേഷം നമ്മളിങ്ങനത്തെ ഒരു കിടിലം കാഴ്ചയൊക്കെ കണ്ടു തുടങ്ങി. അപ്പോഴായിരുന്നു ഒരു ആശ്വാസം, എത്താറായി എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അവർ ഓരോ 2-3 hours ആകുമ്പോഴത്തേക്കും നമുക്കൊരു വാഷ് ഏരിയയിൽ നിർത്തിത്തരും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു ആൻറ്റി പിന്നെ ഒരു അങ്കിളുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട കപ്പിൾസാണ് കേട്ടോ. അപ്പം ഈ പുള്ളിക്കാരി അത്ലറ്റാണ്. അപ്പം ഗോൾഡ് മെഡലിസ്റ്റൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിലെ. സോ ഇവർ ട്രാവലേഴ്സാണ് ബേസിക്കലി. അപ്പം ഇവർ ഓൾമോസ്റ്റ് എല്ലാ കൺട്രിയും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ അവർ പറയുന്നത് ഈ സ്വിറ്റ്സർലാൻഡ്, യൂറോപ്പൊന്നും നമ്മുടെ കാശ്മീരിൻ്റെ എവിടെ എത്തത്തില്ല എന്നാണ്. സോ അതിൽ നിന്ന് നമുക്ക് ആ ഒരു തോട്ടും ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുന്നെങ്കിൽ ഉറപ്പായിട്ടും കാശ്മീർ പോകണം. സോ ബസ് 2-3 hours ആകുമ്പം ഓരോ വാഷ്റൂമിലുള്ള സ്റ്റോപ്പ് എത്തുമല്ലോ. അപ്പോൾ അതിനോട് ചേർന്നത് ഇങ്ങനെയൊരു സ്ഥലവും എപ്പോഴും ഉണ്ടാവും കേട്ടോ, ഫുഡ് ഐറ്റംസ് ഉള്ള സ്ഥലം. സോ നമ്മുടെ ഗൈഡ് 2 ലാംഗ്വേജിലും എക്സ്പ്ലെയിൻ ചെയ്യും. ഒന്ന് അവരുടെ കസാക്കിസ്ഥാനിലും ഒന്ന് ഇംഗ്ലീഷിലും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ അതാ നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനാണിത്. ബസ്സിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര സുഖമായിരുന്നെങ്കിലും നമ്മൾ ആ ഡെസ്റ്റിനേഷൻ എത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു. നമ്മളിതാ ആ ഫുൾ സ്റ്റെയർ താഴോട്ട് ഇറങ്ങി. പിന്നെ ഹൈക്കിംഗ് ആയിരുന്നു കേട്ടോ. എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നെന്ന് അറിയില്ല, പക്ഷേ സ്റ്റിൽ നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ ലൊക്കേഷൻ്റെ പേരാണ് ചാരിൻ കന്യോൺ. അപ്പോൾ ഞാൻ പറയുന്ന കറക്റ്റാണോന്ന് അറിയില്ല കേട്ടോ. ഇവിടുത്തെ പ്രൊനൗൺസിയേഷനൊക്കെ വേറെ വേറെയാണ്. അപ്പോൾ ഇതൊരു നാഷണൽ പാർക്കാണ് ഇവിടുത്തെ. സോ എനിക്ക് ഇവിടുത്തെ ഓരോ റോക്സ് കണ്ടപ്പോഴും എനിക്ക് ഓരോ ഷേപ്പ് പോലെയാണ് തോന്നിയത്. ഇപ്പോൾ ഞാൻ കണ്ടതൊരു ഫോക്സിൻ്റെ ഷേപ്പ്, ഇതൊരു ഫ്രോഗിൻ്റെ ഷേപ്പ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ കുറേ ഷേപ്സ് നമ്മുടെ ഒരു ഇമാജിനേഷൻസിനനുസരിച്ചൊക്കെ കാണാം കേട്ടോ. നല്ല ഹൈറ്റാണ് കേട്ടോ. നടന്നു പോകുന്നുണ്ട്. അപ്പം ആ ഹൈറ്റ് നിങ്ങൾക്ക് ഇതിൽ കാണാമല്ലോ. Hi, Mouse. Hi. How are you? Going home? Okay. Home kanda. Home on. പിന്നെ ഈ റോക്ക് കാണുമ്പോൾ കണ്ടോ, ഒരു ഇഗ്വാനയും ഒരു മൗസും ഇരിക്കുന്ന പോലെയൊക്കെ തോന്നില്ലേ? അപ്പം ഇത് ഇവർ ചെയ്ത് വെച്ചേക്കുന്നതാണോ, ഇത് നാച്ചുറലി ഫോംഡ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുറേ വഴികളുണ്ട്. അപ്പം നല്ല ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ അത്യാവശ്യം നമ്മൾ സ്ലോ ആയിട്ടാണ് നടന്നത്. അത്രയും ഹൈക്ക് ചെയ്തിട്ട് നമ്മൾ അവസാനം വന്ന് കണ്ട കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ.
സോ ആ ലൊക്കേഷനൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് എത്തിയത് നമ്മളൊരു ബ്ലാക്ക് കന്യോൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പം തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കുറേ ടൂറിസ്റ്റ് അട്രാക്ഷനൊക്കെ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ നമ്മൾ പോയ വഴിയൊക്കെ കുറച്ച് സ്നോ ഒക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ സ്നോ ഒരു വീക്ക്നെസ് ആയിരിക്കുമല്ലോ, ഒരു UAE മലയാളി ആകുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി നമുക്ക് ഈ തണുപ്പും സ്നോ എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. കാരണം നമുക്ക് ഒരിക്കലും കിട്ടാത്ത ഒരു ക്ലൈമറ്റാണിത്. സോ നമ്മൾ നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ ഒന്നും അറിയില്ല, അത് നമ്മുടെ പാക്കേജിൽ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളിതാ ഫുഡിന് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ കണ്ടപ്പം ആ സെറ്റപ്പൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. നമ്മൾ യൂഷ്വലി ട്രാവൽ ചെയ്യുമ്പം കൂടുതലും വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ് കഴിക്കാനായിരിക്കും കൂടുതൽ ശ്രമിക്കുന്നത്. കാരണം അറിയാമല്ലോ, വയറ് സീനായി കഴിഞ്ഞാൽ ഫുള്ള് ട്രിപ്പ് ഫ്ലോപ്പാവും. ആദ്യമൊക്കെ ബസ് ട്രിപ്പ് വേണോ അതോ പ്രൈവറ്റ് ട്രിപ്പ് വേണോ, അപ്പോൾ സേഫ്റ്റി കുറവല്ലേ എന്ന് പറഞ്ഞ് ബസ് ട്രിപ്പ് എടുത്തെങ്കിലും നമ്മുടെ ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു ഈ ലൊക്കേഷനിൽ പോകാൻ. കാരണം കണ്ടോ, നമ്മുടെ സൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഈ ബസ്സിലിരിക്കുന്നതുകൊണ്ട് നല്ല പൊക്കമായതുകൊണ്ട് തന്നെ ഭയങ്കര കൂടുതലായിരുന്നു. ഇവരൊക്കെ അവിടുത്തെ ലോക്കൽസ് ആണ് കേട്ടോ. അപ്പം ഇവർക്കൊക്കെ ടൂറിസ്റ്റുകളൊക്കെ കണ്ട് ഓടി വന്ന് ഫോട്ടോ എടുക്കുക, അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സോ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇതിൻ്റെ പേരായിരുന്നു കൊൽസായി ലേക്ക്. അപ്പോൾ ഇവിടെ കസാക്കിസ്ഥാൻ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യരുത് എന്ന് പറയേണ്ട സ്ഥലം ഇത് തന്നെയായിരിക്കും, കൊൽസായി ലേക്ക്. നമ്മൾ ഈ ചാരൻ കന്യോണിൽ പോയപ്പോൾ തന്നെ ഓൾറെഡി ക്ഷീണിച്ചായിരുന്നു. അപ്പം ഇത്രയും ഡിസ്റ്റൻസ് ഇനി ഇവിടെയും നടക്കണോ എന്ന് ആലോചിച്ച് നമ്മളിങ്ങനെ ഡൗട്ട് അടിക്കുമായിരുന്നു, ഇനി അവിടെ പോകണോ വേണ്ടേ നടക്കണോ. പക്ഷേ അവിടെ ആക്ച്വലി ഒരു സർവീസ് ഉണ്ട്. അപ്പോൾ കാർ സർവീസാണ്, ആ താഴെ വരെ നമുക്ക് സർവീസ് കിട്ടും. അത് അറിഞ്ഞപ്പോഴത്തേക്കും ആശ്വാസമായി. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം നമ്മൾ മോളെ കൊണ്ട് നടക്കണമായിരുന്നു. സോ കണ്ടോ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ലൈക്ക് നമ്മളൊരു പണ്ടൊക്കെ നമ്മൾ പിക്ചർ ഡ്രോയിങ്സിലൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ വരച്ച് വെക്കുന്നത്. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടോ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് കണ്ടോ, ഇത്രയും ബ്യൂട്ടിഫുള്ളാണ് ഈ കൊൽസായി ലേക്ക്. ഇനി നമ്മൾ ഡിന്നർ കഴിച്ച് ഉറങ്ങാൻ പോവാണ്. ഇനി നെക്സ്റ്റ് വ്ലോഗുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ.